ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൽക്കർമ്മങ്ങൾ എന്നുള്ളത്. സൽക്കർമ്മങ്ങൾ ചെയ്യാതെ പരലോകത്ത് നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ പരലോകത്ത് എത്തിയാൽ നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു തആല തൂക്കി നോക്കുമെന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആരെങ്കിലും ഈ ദുനിയാവിൽ ഒരു കടുകുമണിയോളം വലുപ്പത്തിൽ ഒരു നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവന് പരലോകത്ത് കാണാൻ സാധിക്കുമെന്നാണ്. തൊട്ടടുത്തായി കൊണ്ട് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചു, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഈ ദുനിയാവിൽ ഒരു കടുകുമണിയോളം തിന്മ ചെയ്താൽ അതും അവന് പരലോകത്ത് കാണുവാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി സൽക്രമങ്ങൾ ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം. നാം ഈ ദുനിയാവിൽ ചെയ്ത എല്ലാവിധ സൽക്രമങ്ങളെയും അല്ലാഹു തആല പരലോകത്ത് നമുക്ക് കാണിച്ചു തരും. സൂറത്തുൽ സൽസലയിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കായി, യൗമഇദിൻ യസ്തുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും.
ആരെങ്കിലും ഈ ദുനിയാവിൽ വല്ല സൽക്രമവും ചെയ്താൽ അല്ലാഹു തആല പരലോകത്ത് അവനത് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കുമെന്നാണ്. മാത്രവുമല്ല, നമ്മുടെ ജീവിതവും മരണവും നാം എത്രത്തോളം സൽക്രമങ്ങൾ ചെയ്യും എന്ന് നോക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയുണ്ടായി, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു തആല പഠിപ്പിക്കുക, നിങ്ങളിൽ ആരാണ് കൂടുതൽ സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി ജനനത്തെയും മരണത്തെയും അല്ലാഹു തആല സൃഷ്ടിച്ചു എന്നാണ്. നമ്മളിൽ ആർക്കാണ് കൂടുതൽ സൽക്രമങ്ങൾ ചെയ്യാൻ സാധിക്കുക? അവരാണ് പരലോകത്ത് വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വളരെയധികം നമ്മുടെ സൽക്രമങ്ങൾ എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഏത് ചെറുതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ കൂടുതൽ നന്മകൾ ചെയ്യാൻ, കൂടുതൽ അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം ചെയ്യുന്ന എല്ലാവിധ സൽക്രമങ്ങളും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അവന്റെ ഉദ്ദേശം അള്ളാഹു കാണും, ഇതുകൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണം എന്ന നിയ്യത്തോടുകൂടി സൽക്രമങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അമലുകളുണ്ട് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സ്വഹാബി ചോദിച്ചു, സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ, അയ്യു അമലിൻ അഹബ്ബു ഇലല്ലാഹി തആല, നാം ചെയ്യുന്ന സൽക്രമങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഏതൊക്കെയാണ്? ഈ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതിൽ ഒന്നാമത്തത് അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. ഈ സ്വഹാബി തന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്, സുമ്മയ്യു, പിന്നെ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. ആ സ്വഹാബി തന്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു, സുമ്മയ്യു, പിന്നെ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിഹാദുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തലാണ്. ഈ മൂന്ന് കർമ്മങ്ങളാണ് പടച്ച റബ്ബിന് നാം ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രിയങ്കരമായത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തത് നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്ന്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നാം ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. ഓരോ നമസ്കാരങ്ങൾക്കും ഓരോരോ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ കൃത്യമായി 5 നേരം ആ സമയങ്ങളിൽ നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയുണ്ടായി, ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നമസ്കാരം എന്നുള്ളത് അത് വിശ്വാസികളുടെ മേൽ സമയബന്ധിതമായി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ആരാധനാ കർമ്മമാണ് എന്ന്. 5 നേരം ആ നമസ്കാരത്തിന്റെ സമയമായാൽ നീട്ടിക്കൊണ്ടുപോകാതെ അതിന്റെ സമയങ്ങളിൽ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരാഴ്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 35 വക്ത് നമസ്കാരം, അത് അതിന്റെ സമയത്ത് നീട്ടിക്കൊണ്ടുപോകാതെ അതിന്റെ അവ്വലുൽ വക്തിൽ തന്നെ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ നിസ്കാരത്തിന്റെ സമയമായാൽ ഞാനൊന്ന് ഫ്രീ ആകട്ടെ, അല്ലെങ്കിൽ ഒരു അല്പസമയം കൂടി കഴിഞ്ഞിട്ട് നമസ്കരിക്കാം എന്ന് കരുതുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാഹുവിന്
ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമസ്കാരം അതിന്റെ ബാങ്ക് നിർവഹിച്ചാൽ അതിന്റെ സമയങ്ങളിൽ കൃത്യമായി നിർവഹിക്കുന്നതാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളെ തടയുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖീമിസ് സ്വലാത്ത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നമസ്കാരത്തെ നിലനിർത്തുക, നമസ്കാരം നിർവഹിക്കുക. തീർച്ചയായും നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളെ, നീചവൃത്തികളെ തടയാൻ നമസ്കാരത്തിന് സാധിക്കുമെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തിന്മകൾ, പാപങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ ആ തിന്മകളെ തടയാൻ നാം നിർവഹിക്കുന്ന നമസ്കാരത്തിന് സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. കർമ്മങ്ങളിൽ നിന്ന് അല്ലാഹു തആല ആദ്യമായി കൊണ്ട് വിചാരണ ചെയ്യുക നിസ്കാരത്തെ സംബന്ധിച്ച. ഇന്ന അവ്വല മാ യുഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി അസ്സലാത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് അല്ലാഹു തആല ആദ്യമായി വിചാരണ ചെയ്യുക ആ മനുഷ്യൻ നമസ്കരിച്ചിട്ടുണ്ടോ എന്നാണ്. നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടോ എന്നാണ് അല്ലാഹു തആല ആദ്യമായി കൊണ്ട് നോക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ. ആരെങ്കിലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് എങ്കിൽ, അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ പരലോകത്ത് വിജയിച്ചു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ഫസദത് ഫഖദ് ഖാബ വ ഹസിറ. ആരെങ്കിലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ അതിൽ അപാകതകൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ, നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അവന്റെ നാശകരമായ ജീവിതം അവിടെ മുതൽ ആരംഭിക്കുകയാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരം എന്നുള്ളത് അത് കൃത്യമായി അതിന്റെ സമയങ്ങളിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആലോചിക്കേണ്ടത്, നിസ്കാരത്തിന്റെ സമയമായാൽ അത് പാഴായി പോകാതെ കൃത്യമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി അല്ലാഹു നിർബന്ധമാക്കിയ 5 നേരത്തെ നമസ്കാരം, അങ്ങനെ പറഞ്ഞാൽ 35 വക്ത് നമസ്കാരം ഒന്നുപോലും പാഴായി പോയിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അതേപോലെ തന്നെ ഓരോ നമസ്കാരവും അത് അലസതയില്ലാതെ പള്ളിയിൽ വന്ന് 5 നേരം നമസ്കരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ചില ആളുകൾക്കൊക്കെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. പള്ളിയിൽ വരാനും 5 നേരം അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനും ഒരുപാട് ആളുകൾക്ക് മടിയാണ്. ചില ആളുകളൊക്കെ മഗ്രിബ് മാത്രം നമസ്കരിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം ജുമാക്ക് പള്ളിയിലേക്ക് വരുന്ന ആളുകൾ. അങ്ങനെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അതിനെ അലസതയോടെ കാണുന്ന ആളുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു വിശ്വാസിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ 5 നേരം നമസ്കാരം അവൻ കൃത്യമായി നിർവഹിക്കുമെന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ബർക്കത്താണ്. അതിലൂടെ അല്ലാഹു തആല ഒരു പ്രകാശം നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ, കുടുംബത്തിലെ, നമ്മുടെ ആഖിറത്തിലേക്കുള്ള വെളിച്ചമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ സമയമായാൽ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. 5 നേരം നമസ്കരിക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തുകളിൽ, സൽക്രമങ്ങളിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മാതാപിതാക്കളോട് പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. നമ്മെ കഷ്ടപ്പെട്ട് പ്രസവിക്കുകയും വളർത്തി വലുതാക്കുകയും ചെയ്തത് നമ്മുടെ മാതാപിതാക്കൾ. ഒരു പക്ഷേ
നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മളെക്കാൾ ഏറെ സന്തോഷിക്കുന്നത്, നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളെക്കാൾ ഏറെ ദുഃഖിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളായിരിക്കും. ആ മാതാപിതാക്കളോട് മോശമായി സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ നമുക്ക് സാധിക്കും. അവരുടെ വാർദ്ധക്യത്തിൽ അവരെ പരിപാലിക്കുക എന്നുള്ളത് മക്കളായ നമ്മുടെ മേലുള്ള ബാധ്യതയാണ് എന്ന്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ സേവനങ്ങൾക്ക് നാം എന്തു പകരം നൽകിയാലും തുല്യമാവുകയില്ല. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിൽ തെറ്റുന്നു. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കും. സ്വന്തം മാതാവും പിതാവും രോഗിയായാൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ഒരു പോക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ഒരു നന്മയും ചെയ്യാത്ത ഒരുപാട് മക്കൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ടതാണ് മാതാപിതാക്കളോട് മോശമായി സംസാരിക്കുന്നതും പെരുമാറുന്നതും. അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രവാചകർ പറയുകയുണ്ടായി, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പാപങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ബലാ യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയാലും. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ പങ്കു ചേർക്കലും മാതാപിതാക്കളെ ഉപദ്രവിക്കലുമാണ് എന്ന്. നമ്മുടെ മാതാപിതാക്കളോടുള്ള സമീപനം എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. 3 ആളുകൾ അവർ ഒരു ഗുഹക്കകത്ത് അകപ്പെട്ടു. വലിയൊരു പാറക്കല്ല് ഉരുണ്ടുവന്ന് ആ ഗുഹയുടെ വാതിൽ അടഞ്ഞുപോയി. അവർ ചെയ്ത അമലുകളെ മുൻനിർത്തിക്കൊണ്ട് അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന്. അതിൽ ഒരാൾ പ്രാർത്ഥിച്ചത് തന്റെ മാതാപിതാക്കൾക്ക് അയാൾ നൽകിയ സേവനങ്ങളെ, നന്മകളെ പറ്റിയിട്ടാണ്. അതിനെ മുൻനിർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ പാറക്കല്ല് അല്പം നീങ്ങിപ്പോയി എന്നാണ്. അത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത്. നമ്മുടെ മാതാപിതാക്കൾ മരിച്ചവരാണ് എങ്കിൽ മക്കൾ എന്ന നിലക്ക് ഏറ്റവും വലിയ സൽക്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഒരു സ്വാലിഹായ സന്താനം തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായി തീരുമെന്നാണ്. അള്ളാഹുവേ, എന്റെ മാതാപിതാക്കളുടെ പാപങ്ങളെ പുറത്തു കൊടുക്കണേ, അവർക്ക് സ്വർഗം നൽകണേ, അവരുടെ കബറിടത്തെ നീ വിശാലമാക്കി കൊടുക്കണേ എന്ന് ഒരു സ്വാലിഹായ സന്താനം പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയെ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. അതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സത്യവിശ്വാസികളായ ആളുകളുടെ സൽക്രമങ്ങളെ, അവന്റെ എല്ലാവിധ നന്മകളെയും തിന്മകളെയും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. എന്നിട്ട് അവന്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ വീഴ്ചകളെ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കും. 3 വിഭാഗങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയോ അവരോട് കരുണ കാണിക്കുകയോ ചെയ്യുകയില്ല. ഏതാണ് ആ 3 വിഭാഗങ്ങൾ? ഒന്ന്, അല്ലാഹുവിന്റെ ദീനിൽ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളാണ്. രണ്ടാമത്തത്, പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. അവരിൽ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നവനാണ് ഏറ്റവും വലിയ ഉത്തമൻ. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മാതാപിതാക്കളെ സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെങ്കിലും ഉപദ്രവിക്കുന്നുവെങ്കിൽ അവന്റെ സൽക്രമങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു പ്രയോജനവുമില്ല എന്നാണ്. നമ്മൾ നമസ്കരിക്കുന്നു,
അതേപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യുന്നു. നമ്മുടെ മാതാപിതാക്കളോട് വളരെ മോശമായിക്കൊണ്ട് പെരുമാറുകയാണ് എങ്കിൽ പിന്നെ ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പരിപാലിക്കാൻ, വാർദ്ധക്യത്തിൽ അവരോട് കരുണ കാണിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ, അവർക്ക് വേണ്ടി ഏതൊക്കെ സൽപ്രവർത്തികൾ ഈ ദുനിയാവിൽ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ അത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനകളിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് രണ്ടാമത്തത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. അത് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. അതൊരു ചെറുതാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വലിയ നന്മയിൽപ്പെട്ടതാണ്. മൂന്നാമത്തത് ജിഹാദും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ധർമ്മസമരം നടത്തലാണ് എന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നതിനെയാണ് ജിഹാദും ഫീ സബീലില്ലാഹ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. അല്ലാഹുവിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ അവന്റെ തിരുദൂതരിൽ വിശ്വസിക്കുകയും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് പടച്ച റബ്ബിന്റെ അടുക്കൽ വിജയമുണ്ട് എന്ന്. ചില ആളുകൾക്ക് ഒരുപാട് ഒഴിവ് സമയം ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും, സമ്പത്ത് ഉണ്ടാവില്ല. അവർക്ക് ദീനിനു വേണ്ടി എന്താണോ ചെയ്യാൻ സാധിക്കുക അതവർ ചെയ്യുക. ചില ആളുകൾക്ക് ഒരു സമയം ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ജീവിതത്തിൽ അല്ലാഹു തആല അനുഗ്രഹമായി ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ടാവും. അങ്ങനെ അവർ തന്റെ സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെയാണ് ജിഹാദുൻ ഫീ സബീലില്ലാഹ് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനത്ത് ഒരു വരൾച്ചയുണ്ടായി. ആളുകൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടാതായി. ഒരു ജൂതന്റെ കൈവശമുണ്ടായിരുന്ന ഒരു കിണറിൽ മാത്രമാണ് വെള്ളമുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ റൂമ കിണർ ആരാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാങ്ങി അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുക അവർക്ക് സ്വർഗമുണ്ട്. ഇത് കേട്ടപ്പോ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയും, പ്രവാചകരെ ഞാൻ അതിന് തയ്യാറാണ്. അന്നത്തെ ഏറ്റവും വലിയ ഒരാളുടെ ജീവിതത്തിലെ വലിയൊരു സമ്പാദ്യം നൽകിക്കൊണ്ട് ആ റൂമാ കിണർ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വാങ്ങുകയാണ്. എന്നിട്ട് വാങ്ങി അദ്ദേഹം ഉപയോഗിച്ചില്ല, അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്തു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന്റെ സമയം, തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ സമ്പത്ത് കുറവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ തയ്യാറായിട്ടുള്ളത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ തബൂക്ക് യുദ്ധത്തിനു വേണ്ടി സമ്പാദ്യം ചെലവഴിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഒരു സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തന്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും ബാക്കി വെച്ചില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ഞാൻ എന്റെ കുടുംബത്തിനു വേണ്ടി അള്ളാഹുവിനെയും റസൂലിനെയും ബാക്കി വെച്ചു എന്ന്. അത്രത്തോളം സമ്പത്തിനെ അള്ളാഹിന്റെ മാർഗത്തിൽ അദ്ദേഹം ചെലവഴിച്ചു. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഒഴിവ് വേളകളിൽ ദീനിനു വേണ്ടി നമ്മുടെ സമ്പത്ത് കൊണ്ട് എന്താണോ കഴിയുക അത് ദീനിനു വേണ്ടി ചെലവഴിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. ചിലപ്പോ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പിരിവേരിങ്ങനെ വരും. നമ്മൾ ആലോചിച്ച് നോക്കും, ഇന്നും പിരിവേരാണല്ലോ. നമ്മൾ എന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വളരെ സന്തോഷത്തോടെ ഇതിരിക്കട്ടെ, അതെന്റെ നന്മയാണ്, അത് അള്ളാഹു എനിക്ക് നൽകിയതിൽ നിന്ന് ഞാൻ അല്പം നൽകിയതാണ്, ആ ഉദ്ദേശത്തോടു കൂടിയൊക്കെ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ അള്ളാഹു മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ
നമ്മുടെ സമയത്തെയും അതേപോലെ തന്നെ സമ്പത്തിനെയും ചെലവഴിച്ചാൽ അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി ഏറ്റവും നല്ലതിനെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കും എന്നാണ് ഹദീസുകൾ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ജിഹാദ് എന്ന പദം ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് ഇടയായ ഒരു പദമാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അതൊരാൾ ആക്രമിക്കലല്ല. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് കുഴപ്പങ്ങൾ, കലാപങ്ങൾ ഉണ്ടാക്കലല്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ. മറിച്ച് തന്റെ ജീവിതത്തെ, തന്റെ സമ്പത്തിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ സൽക്രമമാണ് എന്ന്. അങ്ങനെ ഒരാള് അള്ളാന്റെ മാർഗത്തിൽ 1 രൂപ ചെലവഴിച്ചാൽ അതാണ് പടച്ച റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് അതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള സൽക്രമങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഇബാദത്തുകളിൽ, സൽക്രമങ്ങളിൽ പ്രിയങ്കരമായത് 5 നേരത്തെ നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുന്നതാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ധർമ്മസമരം നടത്തലാണ്. ഇത്തരത്തിലുള്ള സൽക്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ സംസാരിച്ചു വന്നത്. നമ്മളൊക്കെ നമസ്കാരത്തിൽ, സംഘടിത നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സൊഫുകളായി നമ്മുടെ വരികൾക്കിടയിൽ വളവില്ലാതെ നിൽക്കാറുണ്ട്. സൊഫിന്റെ പൂർത്തീകരണം അഥവാ സൊഫ് ശരിയാക്കുക എന്നുള്ളത് നമ്മുടെ നമസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു അറബി പദമാണ് സൊഫ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേരുകൂടി സൊഫ് എന്നാണ്. ആ അറബി പദത്തിന്റെ അർത്ഥം നേരെയുള്ള വരി എന്നാണ്. അഥവാ വളവുകളൊന്നുമില്ലാതെ, ഇടയിൽ ഗ്യാപ്പില്ലാതെ ഒരു വരി വളരെ കൃത്യമായി നിൽക്കുന്നതിനെയാണ് സൊഫ് എന്ന് അറബിയിൽ പറയുന്നത്. സംഘമായുള്ള നമസ്കാരത്തിന് നമ്മൾ നിൽക്കുമ്പോൾ ആ സൊഫിൽ ഒരു വളവോ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു വിടവോ ഇല്ലാതെ പൂർത്തിയായിക്കൊണ്ട് നമസ്കാരത്തിന് വേണ്ടി നിൽക്കാൻ നമുക്ക് സാധിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിന് നമസ്കാരത്തിന് വേണ്ടി ഇമാമായി നിൽക്കുമ്പോൾ തന്റെ പിറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് എല്ലാ നമസ്കാരത്തിലും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ സൊഫിൽ എന്ത് ചെയ്യണം? ശരിയാക്കണം. തീർച്ചയായും നമ്മുടെ നമസ്കാരത്തിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് സൊഫ് ശരിയാക്കുക എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ, വിശദീകരിച്ചു പറഞ്ഞാൽ, നമ്മുടെ സൊഫ് ശരിയായിട്ടില്ലെങ്കിൽ, അതിൽ വളവുണ്ട് എങ്കിൽ, വിടവുണ്ട് എങ്കിൽ നമ്മുടെ ആ നമസ്കാരം പരിപൂർണമാവുകയില്ല എന്ന്. പരിശുദ്ധ ഇസ്ലാമിൽ ഒരു വിഭാഗീയതയുമില്ല. ഏത് രാജ്യക്കാരനാണെങ്കിലും, സമ്പന്നനാണ് എങ്കിലും, പാവപ്പെട്ടവനാണ് എങ്കിലും ഒരു വ്യത്യാസവുമില്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അത് ഒരുമയോടെ
കൃത്യമായി നമസ്കാരത്തിന് വേണ്ടി നിൽക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് നമസ്കാരത്തിന് വേണ്ടി സൊഫായി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഇമാമ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്ന് ആ നമസ്കാരത്തിന്റെ സൊഫ് ശരിയാക്കാൻ വേണ്ടി അതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് സ്വഹാബികൾക്ക് കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ അതിൽ പിന്നെ ഒരു വിടവ് ഉണ്ടാകാൻ പാടില്ല. തോളോട് തോള് ചേർന്ന് നമ്മുടെ മടമ്പിൻ കാലുകൾ ചേർത്തു വെച്ച് പരമാവധി അടുപ്പിച്ച് നിൽക്കണമെന്നാണ്. ഒന്നാമത്തെ സൊഫിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഖുതുബയുടെ സമയം അധികരിച്ചത് കൊണ്ട് ഞാൻ ഹദീസുകളൊക്കെ ഒഴിവാക്കി പറയാം. അഥവാ ഏറ്റവും ശ്രേഷ്ഠമായത് ഒന്നാമത്തെ സൊഫാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്നാമത്തെ സൊഫിന്റെ ശ്രേഷ്ഠത അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ഒന്നാമത്തെ സൊഫിനു വേണ്ടി നിങ്ങൾ ഓരോ ദിവസവും ഓരോ നമസ്കാരത്തിനും നറുക്കെടുത്തുകൊണ്ട് ഓരോരുത്തരെ തീരുമാനിക്കുമായിരുന്നു എന്ന്. അത്രത്തോളം പ്രതിഫലമുള്ള കാര്യമാണ് ഒന്നാമത്തെ സൊഫിൽ എത്തിച്ചേരുക എന്നത്. ഒരാള് സൊഫ് ശരിയാക്കി നമസ്കാരത്തിനു വേണ്ടി നേതൃത്വം നൽകിയ അത് അള്ളാഹുവിന്റെ അടുക്കൽ ആ നമസ്കാരം സ്വീകാര്യമായി തീരുകയും അവരുടെ പാപമോചനത്തിന് കാരണമായി തീരുകയും ചെയ്യുമെന്ന്. ചില ആളുകളൊക്കെ നിസ്കാരത്തിന് നിന്നാല് ഒരാളുടെ അടുത്തേക്കാണ് ചേർന്ന് നിൽക്കൂല, അതിന്റെ ഇടയിൽ വടവുണ്ടാവും. അങ്ങനെ ഒരിക്കലും നമ്മുടെ നമസ്കാരത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഓരോ നിസ്കാരത്തിനും നമ്മൾ നിൽക്കുമ്പോൾ ഇമാമ് സൊഫ് ശരിയാക്കാൻ പറയണം. അങ്ങനെ സൊഫ് ശരിയാക്കാൻ വേണ്ടി പറയുമ്പോൾ പരസ്പരം ചേർന്ന് പരമാവധി അടുത്ത്. ഇനി നമ്മുടെ സൊഫിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ, ഒരു വിടവുണ്ട് എങ്കിൽ, ഒരാൾക്ക് നിൽക്കാൻ അവിടെ സാധിക്കുമെങ്കിൽ പുറകിൽ നിന്ന് ഒരാളെ ക്ഷണിച്ചുകൊണ്ട് ആ സൊഫിനെ പൂർത്തിയാക്കണമെന്നാണ്. ഒന്നാമത്തെ സൊഫ് പൂർത്തിയായതിനു ശേഷമാണ് രണ്ടാമത്തെ സൊഫിലേക്ക് നമ്മൾ നിൽക്കേണ്ടത്. അതാണ് നിസ്കാരത്തിന്റെ രൂപം എന്ന് പറയുന്നത്. നിസ്കാരത്തിൽ വിടവുണ്ടായാൽ, സൊഫിൽ വളവുണ്ടായാൽ, അതേപോലെ തന്നെ ഒരു അകൽച്ചയുണ്ടായാൽ നമ്മുടെ രണ്ട് ഹൃദയങ്ങൾ അഥവാ ആളുകൾക്കിടയിൽ പരസ്പരം വിടവുണ്ടാകും, അതേപോലെ തന്നെ അവർക്ക് അകൽച്ചയുണ്ടാകും എന്നും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ നിന്നാൽ പരമാവധി അടുത്തടുത്തായി ചേർന്ന് നിൽക്കാൻ, അത് നമ്മുടെ നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. നമ്മൾ പള്ളിയിലേക്കൊക്കെ വരുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഇരിക്കാനൊക്കെ പ്രയാസമുണ്ടാകും. കാൽമുട്ട് വേദനയുള്ള ആളുകളുണ്ടാവും, വയസ്സായ ആളുകളുണ്ടാവും. അവർക്ക് കഴിയുന്ന രൂപത്തിൽ ചാരിയോ കസാലകളിലൊക്കെ ഇരിക്കൽ അനുവദനീയമാണ്. അല്ലാത്ത ആളുകൾ, പരമാവധി യുവാക്കളായ ആളുകളൊക്കെ നമ്മുടെ സൊഫൊക്കെ പൂർത്തിയാക്കി അതിൽ വിടവില്ലാതെ അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അത് നമ്മുടെ നമസ്കാരത്തിന്റെ ഒരു രൂപത്തിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മേവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ സൽക്കർമ്മങ്ങളെയും അള്ളാഹു പരലോകത്ത് സ്വീകരിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തുൽ